നമസ്കാരം. എല്ലാ NTV പ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സുസ്വാഗതം. 2025 ഫെബ്രുവരി മാസം 14-ാം തീയതി 1200-ാം ആണ്ട് കുംഭമാസം 2-ാം തീയതി വെള്ളിയാഴ്ചയാണ്. ഇന്നത്തെ നക്ഷത്രം പൂരം നക്ഷത്രമാണ്. പൂരത്തിന് ഉള്ള പ്രത്യേകത, പൂര നക്ഷത്രക്കാർ ജനിക്കുന്നത് തന്നെ ശുക്രദശയിലാണ്. അപ്പോൾ ശുക്രനുമായിട്ട് നല്ല ബന്ധമുള്ള നക്ഷത്രമാണെന്ന് വന്നിരിക്കണേ. അപ്പോൾ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ദിവസം തന്നെയാണ്. നമുക്ക് സന്തോഷപ്രദമായ അവസ്ഥകളുണ്ടാവും, ഇറങ്ങുന്ന കാര്യങ്ങൾക്ക് വിജയസാധ്യതയുണ്ടാവും. നമുക്കിന്ന് വളരെ പോസിറ്റീവായിട്ടുള്ള ദിവസമെന്ന് തന്നെ പറയാം. അതുകൊണ്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനോ അല്ലെങ്കിൽ സംസാരിക്കാനോ ഒക്കെ ഉണ്ടെങ്കിൽ എല്ലാം ചെയ്തോളണം. പ്രത്യേകിച്ച് ഇന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ളവർ, നമ്മൾ വാർഷിക ഫലത്തെയാണ് ബർത്ത്ഡേ വന്നിട്ടുള്ളവരെ കൊണ്ട് ചിന്തിക്കണേ. വാർഷിക ഫലം, ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുമ്പോൾ, വാർഷിക ഫലത്തെ ചിന്തിക്കുമ്പോൾ ശരിക്ക് ഒരു വർഷത്തെ ഫലം നമ്മൾ നോക്കുമ്പോൾ പൂരം നക്ഷത്രത്തിൽ ജനിക്കുകയും ശുക്രൻ്റെ ദിവസം, അതായത് വെള്ളിയാഴ്ച വരികയും ചെയ്തിരിക്കുന്ന സ്ഥിതിക്ക് കുംഭമാസത്തിലെ പൂരനക്ഷത്രം വളരെ സൗഭാഗ്യപ്രദമായ അവസ്ഥകൾ നമുക്ക് കുടുംബത്തിൽ വന്നു ചേരും. സമ്പത്ത്, സൗഭാഗ്യം, ഐശ്വര്യപ്രദമായ അവസ്ഥകൾ, വളരെ സമാധാന അന്തരീക്ഷം, ഇവയ്ക്കൊക്കെ ഇടവരുന്ന ഒരു കാലയളവാണ് ശുക്രൻ്റെ കാലഘട്ടം അല്ലെങ്കിൽ ശുക്രൻ്റെ ദിവസം നമുക്ക് കിട്ടിയതുകൊണ്ട്. അതായത് വിവാഹം നടക്കാത്തവർക്ക് വിവാഹം, വിവാഹ ജീവിതത്തിൽ ഉയർച്ച, ഭാര്യ ഭർത്താക്കന്മാർക്ക് പുരോഗതി ഉണ്ടാവുക, ഭാര്യ ഭർത്താവുമായിട്ട് ഒരുമിച്ചിരിക്കാനിട വരിക, അതുപോലെ വീട് വെക്കാനുള്ള ഭാഗ്യം സിദ്ധിക്കുക, നല്ല വാഹന യോഗം വരിക, ഇങ്ങനെയുള്ള സന്തോഷപ്രദമായ അവസ്ഥകൾക്ക് ഇടവരുന്ന ഒരു വർഷമായിരിക്കും നിങ്ങൾക്കെന്നറിയുക. അപ്പോൾ മംഗല്യമായിട്ട് ബന്ധപ്പെട്ടോ മറ്റു കാര്യങ്ങൾക്കോ ഒന്നും അറച്ചു നിൽക്കരുത്, ഇറങ്ങുക, അത് വിജയത്തിലേക്ക് വരും. അതേപോലെ തന്നെ ഓരോ കാര്യത്തിന് നമ്മൾ ഇറങ്ങുമ്പോഴും രാഹുകാല സമയം നോക്കിയിട്ട് വേണം പോവാൻ. കലണ്ടറിലൊക്കെ രേഖപ്പെടുത്തിയിരിക്കുന്നത് 10:30 മണി മുതൽ 12 മണി വരെ എന്നാണ്. ഇവിടെ 10:30 മണിക്ക് രാഹുകാലം തുടങ്ങൂല. ശരിക്ക് 11 മണി 11 മിനിറ്റ് തൊട്ടേ രാഹുകാലം ആരംഭിക്കുകയുള്ളൂ. 12 മണി 39 മിനിറ്റ് വരെ രാഹുകാല സമയം നിലനിൽക്കും. അതേപോലെ യമകണ്ഠകാല സമയവും ഗുളികകാല സമയത്തിന് വളരെ പ്രാധാന്യമുണ്ട്. ഗുളികകാല സമയം 8 മണി 16 മിനിറ്റ് തൊട്ട് 9 മണി 43 മിനിറ്റ് വരെയും, അതേപോലെ യമകണ്ഠകാല സമയം 3:34 തൊട്ട് 5:02 വരെയും. ഈ സമയം ഒരു ശുഭകാര്യങ്ങൾക്കും എടുക്കരുത്. കാരണം പ്രകൃതി തന്നെ നെഗറ്റീവ് നിലനിൽക്കുന്ന സമയമാണ്. അപ്പോൾ നമുക്ക് നെഗറ്റീവ് ആയിരിക്കും കിട്ടുക. അതുപോലെ എല്ലാ ദിവസവും അഭിജിത്ത് മുഹൂർത്തമുണ്ട്, ഇന്നുമുണ്ട്. അപ്പോൾ അഭിജിത്ത് മുഹൂർത്തം 12 മണി 15 മിനിറ്റ് തൊട്ട് 1 മണി 3 മിനിറ്റ് വരെ 48 മിനിറ്റ് നേരം അഭിജിത്ത് മുഹൂർത്തത്തിൻ്റെ സമയമാണ്. ഇത് വളരെ സൗഭാഗ്യത്തെ കൊടുക്കുന്ന സമയമാണ് ഈ കാലഘട്ടം. ഐശ്വര്യത്തെ കൊടുക്കുന്ന സമയമാണ് ഈ കാലഘട്ടം. പുരോഗതിക്ക്, ഉയർച്ചയ്ക്ക് എടുക്ക വരുന്ന സമയമാണ് ഈ സമയം. അതുകൊണ്ട് നമുക്ക് ഈ ജാതകപ്രകാരം വളരെ പുരോഗതിയും ഉയർച്ചയ്ക്കും ഉന്നതിക്കും ഒക്കെ ഇടവരുന്ന ഒരു ദിവസമാണ്. അപ്പോൾ എല്ലാവർക്കും നല്ല ഐശ്വര്യഫലം വരാനായിട്ട് ഇന്ന് ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും വസ്ത്രധാരണത്തിൽ ശ്രദ്ധിക്കണം. റെഡ് കളറ്, ചുവന്ന വസ്ത്രവുമായിട്ട് മിക്സായ വസ്ത്രമോ ചുവപ്പ് കലർന്ന വസ്ത്രമോ ധരിക്കുന്നത് ഭാഗ്യദായകമായ അവസ്ഥയ്ക്കിടവരും. എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.